ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊന്നിച്ച് ഇവിടെ കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം കൂടി വരുന്നതിന് ദൈവം ഒരവസരം ഒരുക്കി, അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ തങ്കച്ചൻ സഹോദരൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല. ഇത് പലപ്പോഴും നമ്മുടെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു വാക്യമായിട്ട് നാം ഓർക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെ മാത്രമല്ല, ഭൗമിക ജീവിതത്തിലും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നന്മകളാൽ അവരെ നിറയ്ക്കുന്നു, അവരുടെ വഴികൾ ദൈവം ശോഭനമാക്കി തീർക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയമകളുടെ വിവാഹം ഭംഗിയായി നടക്കട്ടെ, അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക വിഷയം സംസാരിക്കുവാനാണ് ദൈവം എനിക്ക് പ്രചോദനം നൽകിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ. ഞങ്ങൾ നിങ്ങളോടായിരുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിനെ ഞാൻ സാക്ഷി. ഇവിടെ പൗലോസിൻ്റെ പ്രതിപാദ്യ വിഷയം ആത്മീകമായ കാര്യങ്ങളല്ല, അല്പം ഭൗമികം അഥവാ സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഉള്ളതാണ് പൗലോസിൻ്റെ സംഭാഷണം, അല്ലെങ്കിൽ പൗലോസ് അവർക്ക് സഭയ്ക്ക് എഴുതുന്നത്. ഇന്ന് പ്രായോഗിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും കേൾക്കുവാനും ആരും ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമല്ല. ഇന്നും ആഭരണത്തെക്കുറിച്ച് വളരെ പ്രസംഗിക്കാറുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും ഇന്നും അത്യുച്ചരം വളരെ അതിനെക്കുറിച്ച് എഴുതുന്നവരും വാദിക്കുന്നവരും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ ഒരു വിഷയം ആരും സംസാരിക്കാറില്ല, പ്രസംഗികളൊന്നും പറയത്തില്ല. കാരണം എന്താ, ഉപദേശിക്ക് വല്ലതും കിട്ടാൻ വേണ്ടിയാണ് പറയുന്നതെന്ന് വിചാരിക്കുക, അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കും. സഭയിൽ പറഞ്ഞാൽ ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വിഷയമാണ്. എന്തിനാ ഇങ്ങനെ ഈ പണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? എന്നാൽ ഞാൻ ഈ പണം കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല, ഞങ്ങളുടെ സംഘടനയിൽ ഈ വിഷയത്തിൽ അല്പം ചിന്തിക്കുവാനും ചില കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പലരോടും നമുക്ക് പ്രസംഗിക്കാനുള്ള അവസരങ്ങളൊന്നും അധികമില്ലാത്തത് കൊണ്ട് വ്യക്തിപരമായ നിലയിൽ പലരോടും ഷെയർ ചെയ്യുവാനൊക്കെ ഇടയാകുന്നുണ്ട്. അനേക വിഷയങ്ങൾ, അല്ലെങ്കിൽ അതിനെ പലവിധമായ ചിന്തകൾ, പല രീതിയിൽ നമുക്ക് ഈ വിഷയത്തെ വിഭജിച്ച് ചിന്തിക്കാവുന്നതാണ്. ഇന്ന് ഒരു പ്രത്യേക വിഷയം ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധന്മാരുടെ സഹായത്തിനായുള്ള ധർമ്മവും കൂട്ടായ്മയും എന്ന വിഷയം ആണ് പൗലോസ് പറയുന്നത്. വിശുദ്ധന്മാരുടെ സഹായത്തിനായുള്ള ധർമ്മവും കൂട്ടായ്മയും. അത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ല അതിനെക്കുറിച്ച് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത് ആവശ്യമാണെന്ന് പൗലോസിന് തോന്നി. ഇന്നനേർക്കും തോന്നാറില്ല. എന്നാൽ അതുകൊണ്ട് ദൈവം എനിക്ക്
തന്നതായ കാഴ്ചപ്പാടനുസരിച്ച് ഒരു അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചില പ്രത്യേക പ്രായോഗിക വിഷയങ്ങൾ. ഒരിക്കൽ ജർമ്മൻകാരനായ ഒരാൾ, എനിക്ക് തോന്നുന്നു താൻ അമേരിക്കനാണ്, ജർമ്മനിയിൽ ഓസ്ട്രിയയിലൊക്കെയാണ് തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ ലോകവ്യാപകമായിട്ട് താൻ പല കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. താനാണ് വില്യം മക്ഡൊണാൾഡിൻ്റെ എല്ലാ പുസ്തകങ്ങളുടെയും കോപ്പിറൈറ്റ് തൻ്റെ കയ്യിലാണ്. ആ നിലയിൽ ഞങ്ങൾക്ക് ഇടപെടുവാനായിട്ടിടയായി. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 30,000 വില്യം മക്ഡൊണാൾഡ് കമൻ്ററി ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഫ്രീ ആയിട്ട്. അങ്ങനെയാണ് അതിനെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. 7 ഇന്ത്യൻ ഭാഷകളിൽ ഏതാണ്ട് 30,000-ഓളം കമൻ്ററി ഫ്രീ ആയിട്ട്. ഒരു കമൻ്ററിക്ക് ഏതാണ്ട് 2,500 രൂപ വിലയാണ്. അപ്പോൾ താൻ ഇതിനെല്ലാം പണം കൊടുക്കുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് തരും, ഞങ്ങളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ താൻ ചോദിച്ച ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ സഭകൾ സുവിശേഷകന്മാരെ വേണ്ട വിധത്തിൽ സഹായിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ സഹായിക്കാനുള്ളതായ മനോഭാവം കാണിക്കാത്തത് എന്ന് താൻ എന്നോട് ചോദിച്ചു. ഞാൻ വളരെ ചിന്തിച്ചു. അതിൻ്റെ ഒരു കാരണം കൊടുക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പിന്നെ കൊടുക്കാൻ പഠിച്ചിട്ടില്ല. കാരണം ഞാൻ ചിന്തിച്ചപ്പോൾ പഴയ കാലത്ത് എൻ്റെ വല്യപ്പൻ്റെ കാലം മുതൽ എനിക്കറിയാം. അപ്പോൾ അന്ന് പ്രധാന സഭയിലെ 1-ാം തലമുറയിലെ സുവിശേഷകനായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ. അന്ന് വിശ്വാസികൾക്ക് കൊടുക്കാനൊന്നുമില്ല. പുരേടമുണ്ട്, കൃഷി ചെയ്യും, ആഹാരമുണ്ട്, ഭക്ഷിക്കാനുണ്ട്, പക്ഷേ കയ്യിൽ കാശില്ലാതെ പിന്നെ എന്തുവാ കൊടുക്കുന്നത്? പിന്നെ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, മേലപ്രായയിൽ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ സൺഡേ സ്കൂളിൽ വരുന്നവരൊക്കെ പിള്ളേർ എല്ലാവരും ഒരു പിടി അരി പൊതിഞ്ഞ് കൊണ്ടുവരും. ഒരു പിടി അരി കൊടുപ്പിച്ച് കൊണ്ടുവരും. ഇതൊക്കെയായിരുന്നു അന്ന് കൊടുക്കാറുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ കൊടുക്കാനൊന്നും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നതുകൊണ്ട് അവർ കൊടുക്കാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ അവർ കൊടുക്കാൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് പിൻതലമുറകൾക്കും ആ വലിയ ഒരു ദോഷം ഉണ്ടായി. അതുകൊണ്ട് ഇന്നും സമ്പന്നരായ ആളുകൾക്ക് ധാരാളമൊക്കെ വാരിക്കോരി കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ആ വിഷയം വേറെയാണ്. എന്നാൽ വേണ്ട വിധത്തിൽ പൗലോസ് ഇവിടെ പറയുന്നതായ വിധത്തിൽ കൊടുക്കുവാനായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. ഇവിടെ ചില പ്രത്യേക വിഷയങ്ങൾ, ഒരു 3 കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാനം എന്നുള്ളത് ഒന്നാമതായിട്ട് ഒരു ആരാധനയാണ്. ആരാധനയുടെ ഭാഗമാണ് ദാനം എന്ന് പറയുന്നത്. നമ്മുടെ ദാനം നമ്മുടെ ദൈവത്തോടുള്ളതായ ആരാധനാ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന സുപ്രധാനമായ ഒരു ഘടകമാണ്. പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തുന്ന ആദ്യ ആരാധന മത്തായിയുടെ സുവിശേഷം 2:11 നമുക്കറിയാം. വീട്ടിൽ വന്നപ്പോൾ അവർ കുഞ്ഞിനെ അവൻ്റെ അമ്മ മറിയത്തോടൊപ്പം കണ്ട് അവർ അവനെ വണങ്ങി നമസ്കരിച്ചു. അവർ തങ്ങളുടെ ഭണ്ഡാരങ്ങൾ തുറന്ന് സ്വർണവും കുന്തുരുക്കവും മൂരും സമ്മാനമായി നൽകി. ആരെക്കുറിച്ചാണ് പറയുന്നത്? വിദ്വാൻമാർ ഉണ്ണിയേശുവിനെ കാണാൻ പോയ കഥയാണ്. അവിടെ എന്താ? അവനെ ആരാധിച്ചതെങ്ങനെ, അവനെ നമസ്കരിച്ചതെങ്ങനെ? അവരുടെ പക്കലുണ്ടായിരുന്ന വിലപിടിപ്പുള്ളതായ കാര്യങ്ങൾ അവന് മുൻപിൽ സമർപ്പിച്ച് അവനെ ആരാധിച്ചു. കൊടുക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള മെറ്റീരിയൽ തിങ്സ് ദൈവത്തിന് സമർപ്പിക്കാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ
ഭൗമികമായ അനുഗ്രഹങ്ങളുടെ ഭാഗമായ ചില കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ദൈവം ജനത്തോട് ആവശ്യപ്പെട്ടു. നമ്മുടെ ഭൗമിക അനുഗ്രഹങ്ങളിൽ നിന്നും നൽകാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല. ഇത് എല്ലാ കാലത്തും ദൈവവചനം നിഷ്കർഷിക്കുന്ന ഒരു ആരാധനാ രീതിയാണ്. ഈ രീതിയിൽ ദൈവത്തെ ബഹുമാനിക്കാനും മഹത്വപ്പെടുത്താനും നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും കർത്താവിനെ ബഹുമാനിക്കുക. സദൃശവാക്യം 3:9. സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും കർത്താവിനെ ബഹുമാനിക്കുക. ദശാംശം നൽകുന്ന സമ്പ്രദായം ആരാധനയുടെ ഭാഗമായി ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൽപ്പിച്ചാക്കി കൊടുത്ത ഒരു കാര്യമാണ്. ഈ ദശാംശം എന്ന് പറയുമ്പോൾ എത്ര? 10-1. ഇസ്രായേൽ മക്കൾ എത്ര ദശാംശം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 3 തരത്തിലുള്ള ദശാംശമുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 33.3. കേവലം 10-1 പിന്നെ ദൈവം നിഷ്കർഷിച്ചിരിക്കുന്നത് 33% കൂടുതൽ കൊടുക്കാനാണ്. അതിന് ഓരോ പ്രത്യേക ദശാംശത്തിനും അതിൻ്റേതായ വ്യവസ്ഥകളുണ്ട്. അതെങ്ങനെ കൊടുക്കണം, എന്തിനു ഉപയോഗിക്കപ്പെടുത്തണം എന്നൊക്കെ പ്രത്യേകമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ദാനം നമ്മുടെ ആരാധനയുടെ ഭാഗം ആക്കി മാറ്റുക എന്നുള്ള ആശയം 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി ഊന്നി പറയുന്നുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നവർ ദാനം എന്ന കൃപാവരത്തെ ജ്വലിപ്പിക്കണം. അതിൽ മുന്നിട്ട് വരണം. യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ ദാനം അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ളത്. മനസ്സൊരുക്കത്തോടെയും സന്തോഷത്തോടെയും കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 9:7 നാം വായിക്കുന്നു. ദാനം എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും ശക്തമായ സന്ദേശം മലാക്കി 3:8-10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. അവിടെ ദൈവം ഇസ്രായേൽ ജനം തന്നെ കൊള്ളയടിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ കൊടുക്കാതെ ഇരുന്നതിനെക്കുറിച്ച് ദൈവം പറയുന്നത് നിങ്ങൾ കൊള്ളയടിക്കുന്നു. അപ്പോൾ ദാനം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ഇരിക്കുമ്പോൾ ദൈവം അതിനെ കാണുന്നത് നിങ്ങൾ കൊള്ളയടിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ആ അന്നത്തെ കാലത്തുള്ള ഇസ്രായേൽ ജനം ദൈവത്തോട് ചോദിക്കുകയാണ്, നീ കൊള്ളയടിക്കുന്നു എന്ന് ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഏതിനാൽ നിന്നെ തോൽപ്പിച്ചു എന്ന് ജനം ദൈവത്തോട് തിരിച്ചു ചോദിക്കുകയാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ആലയത്തിൽ അവിടെ നിങ്ങൾ എന്നെ തോൽപ്പിച്ചത് വഴിപാടിൽ എനിക്ക് ആലയത്തിൽ കൊണ്ടുവരേണ്ടതായ ദശാംശം ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം നിഷ്കർഷിച്ചിരിക്കുന്നതായ കാര്യം നിങ്ങൾ കൊടുക്കാതെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? ദൈവം പറയുക, ഞാൻ തോറ്റുപോയി നിങ്ങളുടെ മുമ്പിൽ. എന്താ? നിങ്ങളോട് നിഷ്കർഷിച്ചതായ ദാനം നിങ്ങൾ കൊടുക്കാതെ ഇരിക്കുന്നു. മലാഖി 3:10 ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി എന്ന് അവരുടെ മുമ്പിൽ കൊടുക്കുകയാണ്. എന്താ? നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അനുഗ്രഹമില്ല, നിങ്ങൾക്ക് ഒന്നുമില്ല എന്ന് നിങ്ങൾ ആവലാതി പറയുമ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ചൊരിയണമെങ്കിൽ ഇവിടെ പറയുന്നത് സ്ഥലം പോരാതെ വണ്ണം ദൈവം തൻ്റെ കിളിവാതിലുകളെ തുറന്ന്, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? നമ്മൾ ആർക്കെങ്കിലും
കുറവുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിന് കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കും. ദൈവം ഒരു വലിയ വെല്ലുവിളിയാണ് അന്ന് തൻ്റെ ജനത്തിന് മുമ്പിൽ വെച്ചത്. ഇത് കരുണാസമ്പന്നനായ ദൈവം നമുക്ക് നൽകുന്നതായ ഒരു വാഗ്ദത്തമാണ്. ദൈവജനം ദൈവത്തിന് കൊടുക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നത് കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ ദൈവം വർഷിക്കും. ഇത് കേവലം പഴയ നിയമ പ്രമാണമല്ല, ദൈവത്തിൻ്റെ നിത്യമായ പ്രമാണമാണ്. തൻ്റെ അനുഗ്രഹം ചെറുതല്ല. ഇവിടെ പറയുന്നത് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദശാംശം എന്നൊരു കാര്യം നാം കാണുന്നില്ല. അതിനാൽ പഴയ നിയമത്തിലെ പോലെ ദൈവത്തിനുള്ളത് അല്ലെങ്കിൽ വസ്തുവകളൊന്നും ദൈവത്തിന് നൽകാൻ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദശാംശം എന്നുള്ള വാക്ക് സഭയിൽ മുണ്ടിപ്പോയാൽ വലിയ പാപമാണ് എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് ദശാംശം ആയിട്ട് കൊടുക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിൽ ഉപരി കൊടുക്കാനാണ്, ഉള്ളത് മുഴുവൻ കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞത്. പുതിയ നിയമത്തിൽ വിശ്വാസികൾ കർത്താവിനെ ഓർക്കുന്നതിനായി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും കൂടി വന്നതായിട്ട് പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ആരാധനയ്ക്കായി കൂടി വന്നു എന്ന് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെന്തിനാ നമ്മൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ആരാധനയ്ക്ക് കൂടി വരുന്നത്, ആരാധന നടത്തുന്നത്? പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യമില്ല. പിന്നെ പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ആഭരണ വിഷയം വരുമ്പോൾ എല്ലാം പഴയ നിയമത്തിലെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് വരും. ഇസ്രായേൽ കരുവേലകത്തിൻ്റെ ചോട്ടി കുഴിച്ചിട്ടതാ, പിന്നെ തുറക്കാൻ പാടില്ല, അതൊരു വിഷയമാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ദശാംശത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം അത് പുതിയ നിയമത്തിന് ബാധകമല്ല, അത് പറയാൻ പാടില്ല. അത് ഇവിടെ ദശാംശം എന്ന ഒരു പ്രക്രിയയെക്കുറിച്ചല്ല, എന്നാൽ അത് പകരം അതിന് ഉപരിയായിട്ട് ദൈവത്തിന് കൊടുക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നതായ കാര്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ദശാംശം ആവശ്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കൊടുക്കുവാനായിട്ട് അത് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥയായി നാം കാണുന്നത് കൊണ്ട് കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്നവരാണ് അധികവും. അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ സ്തോത്രകാഴ്ച കൊണ്ട് തൃപ്തിപ്പെടുക, കൂടി വന്നാൽ വീട്ടിലൊരു സുവിശേഷൻ വന്നാൽ അദ്ദേഹത്തിനൊരു കൈമുടക്ക് കൊടുക്കുക, അത് കൂടുതലായിട്ടുള്ളതായ ദാനങ്ങളൊന്നും, പിന്നെ വല്ല പിരിവെക്കുകാരൊക്കെ വന്നാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അതിൽ കൂടിയ ദാനങ്ങളൊന്നും നമ്മൾ സാധാരണ ചെയ്യാറില്ല, നമ്മൾ വിചാരിക്കാറില്ല. എന്നാൽ നമ്മുടെ ദാനം എങ്ങനെയായിരിക്കണം? കാൽവറി ക്രൂശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെയും നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ കൃപയുടെയും വെളിച്ചത്തിൽ നമ്മുടെ ഹൃദയം അമൂല്യമായി കരുതുന്ന എല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്ന യാഗം. രണ്ടാമതായിട്ട്, എന്താണ് ദൈവത്തിന് നൽകേണ്ടത്? പഴയ നിയമത്തിൽ നാം ഓർത്തതുപോലെ ദശാംശം, പിന്നെ ആദ്യഫലം, സ്വമേധാദാനം എന്നിങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ നാം അത്തരം പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും കാണുന്നില്ല. എബ്രായ ലേഖനം 13:15 നാം വായിക്കുന്നുണ്ട്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്, കാര്യങ്ങൾ പ്രയാസേന സാധിക്കും. കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ കൂടി വരുമ്പം സ്തോത്രത്തിൻ്റെ ചില വാക്കുകളൊക്കെ പറഞ്ഞാൽ മതി. അതിനെപോലെ ഒന്ന് സ്തോത്രയാകും, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ. എന്നാൽ ഒരു പുതിയ നിയമ ആരാധകനെ സംബന്ധിച്ചിടത്തോളം തന്നെയും തനിക്കുള്ളതും മുഴുവനായി അർപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന. അതിലെന്തെല്ലാം ഉൾപ്പെടുന്നു? സമയം, നമ്മുടെ കഴിവുകൾ, ആത്മീയ കൃപാവരങ്ങൾ,
ഭൗതിക വിഭവങ്ങൾ, ഹൃദയവും ആത്മാവും, നമ്മുടെ കുടുംബം, സ്നേഹവും അനുകമ്പയും, ദാനധർമ്മങ്ങൾ, ദശാംശം, ആദ്യഫലം, ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഇവയെല്ലാം നാം ദൈവത്തിന് കൊടുക്കേണ്ട ദാനങ്ങളാണ്. അവൻ്റെ മഹത്വത്തിനായി ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് സ്വീകാര്യമായ ഒരു ആരാധന അർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മൂന്നാമതായിട്ട്, എങ്ങനെ കൊടുക്കണം? 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങളിൽ പൗലോസ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ ഭാഗമെല്ലാം എടുത്ത് ചിന്തിക്കുവാൻ നമുക്ക് ഇന്ന് സമയമില്ല, അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. ഒന്നാമതായിട്ട്, എന്നാൽ ചില പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് 2 കൊരിന്ത്യർ 8-9 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, അതിൻ്റെ 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ സന്തോഷ സമൃദ്ധിയിൽ കൊടുക്കുക. അവിടെ സമ്പന്നമായ ഉദാരതയോടെ കൊടുക്കുക. സന്തോഷ സമൃദ്ധിയിൽ, സമ്പന്നമായ ഉദാരതയിൽ കൊടുക്കുക. അതിൻ്റെ 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രതീക്ഷയ്ക്കും അപ്പുറം. ഒരാളൊരു അപ്പീൽ അയക്കുമ്പോൾ ചില പ്രതീക്ഷകളുണ്ട്, അല്ലേ? ആ പ്രതീക്ഷയ്ക്കും അപ്പുറം കൊടുക്കണം. അപ്പുറം കൊടുത്താലും ചിലപ്പോൾ ഡേഞ്ചറാകട്ടോ, അത് ദുർവിനിയോഗപ്പെടുത്തും. അടുത്ത സമയത്ത് കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. ഒരു സുവിശേഷകൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി സഭയായി ഒരു അപ്പീൽ അയച്ചു. തൻ്റെ ഓപ്പറേഷന് വേണ്ട സകല ചെലവും ആ പണത്തിൽ നിർവഹിച്ച് 40 ലക്ഷം മിച്ചം വന്നു. ഈ 40 ലക്ഷം തൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞ് സഭയിൽ വഴക്കുണ്ടാക്കി സഭക്കാരെല്ലാം വണങ്ങി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ 40 ലക്ഷം നിക്ഷേപിച്ചു. ഈ കാലം മുഴുവനും ഓപ്പറേഷൻ ഭരണവാസിന് ബില്ല് അയച്ചിട്ട് കാശ് മേടിക്കുന്നുണ്ട്, അവിടുന്ന് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ആ സഭയിലെ ഒരു പാവപ്പെട്ട സഹോദരന് ഒരു സർജറി ആവശ്യമായി 2 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സർജറി ആവശ്യമായപ്പോൾ ഈ 40 ലക്ഷത്തിൽ നിന്ന് അല്പം പണം അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ സുവിശേഷകൻ ഭാര്യയെ സമ്മതിച്ചില്ല, കൊടുത്തില്ല. എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ ദാനം ചെയ്ത ആൾക്കാരെ എന്നോട് പറഞ്ഞത്. ഇങ്ങനെയാണ്, അധികമായി കൊടുത്താലും അത് വിഷമമാണ്. പക്ഷെങ്കിൽ ദൈവമുമ്പാകെ നാം ഓർക്കേണ്ട കാര്യം, ഒരു നിശ്ചിത 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഒരു നിശ്ചിത കാലയളവിൽ നാം ശേഖരിച്ച് വെക്കണം. പിന്നെ 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിലെ മറ്റെല്ലാ കൃപാവരങ്ങൾക്കും അനുപാതമായിട്ട് കൊടുക്കണം. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾക്ക് അനുപാതികമായിട്ട് കൊടുക്കണം. 8-ന്റെ 8-ാം വാക്യത്തിൽ കൽപ്പന കൊണ്ടല്ല, പിന്നെ ദാനം ചെയ്യണം എന്നൊരു കൽപ്പന പൗലോസ് കൊടുത്തിട്ടില്ല. അതിനുള്ള ശുപാർശകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കണ്ട, കൽപ്പന അനുസരിക്കാൻ വേണ്ടി കൊടുക്കണ്ട, പക്ഷെങ്കിൽ ഔദാര്യമായി കൊടുക്കുക. പിന്നെ 6-ാമതായിട്ട് 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങൾക്ക് അനുപാതികമായിട്ട് കൊടുക്കണം. യേശു ക്രിസ്തുവിൽ കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം, അതിന് അനുപാതികമായിട്ട് കൊടുക്കണം. പിന്നെ 7-ാമത്തെ കാര്യം 8-ാം അധ്യായത്തിൻ്റെ 12-ൽ കാണുന്നുണ്ട്, മനസ്സൊരുക്കത്തോടെ ഉള്ളതനുസരിച്ച് പ്രാപ്തി പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സൊരുക്കത്തോടെ, അയ്യോ കൊടുക്കേണ്ടി വന്നല്ലോ, ഒരു പിരിവ് വന്നല്ലോ, ഞാൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ, എൻ്റെ പേര് ആ ലിസ്റ്റ് കണ്ടില്ലെങ്കിൽ വല്ലവരുമൊക്കെ വല്ലതും ചിന്തിക്കുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കല്ലോ, മനസ്സൊരുക്കത്തോടെ കൊടുക്കണം. 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ സന്തോഷത്തോടെ കൊടുക്കണം. ഹൃദയത്തിൽ നിശ്ചയിക്കണം. ഒരു ആവശ്യം കഴിയുമ്പോൾ ഞാൻ ഇത്ര കൊടുക്കും എന്ന് നിശ്ചയിക്കണം. അതിനുവേണ്ടി ഇല്ലെങ്കിലും അതിനുവേണ്ടി ത്രൈവ് ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. പരിശ്രമിച്ചിട്ട് ആ നിശ്ചിത തുക, ഞാൻ നിശ്ചയിച്ച തുക കൊടുക്കണം. അവനവൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ എന്നാണ് വേണ്ടത്. കരുതിക്കൂട്ടി നേരത്തെ ആസൂത്രണം ചെയ്ത പ്രകാരം അത് കൊടുക്കണം. ഒരു നിശ്ചിത കാലയളവിൽ
ഒരു പ്രത്യേക ആവശ്യത്തെക്കുറിച്ച് പരിഗണിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ആവശ്യത്തിൻ്റെ നിവൃത്തിക്കായി ഇത്ര തുക ഞാൻ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ സംഭാവന ചെയ്യും എന്ന് നമ്മുടെ മനസ്സിൽ തീരുമാനിക്കുകയും അതനുസരിച്ച് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. റിച്ചാർഡ് ഹാർവി എന്ന് പറയുന്നതായ ഒരു പ്രസംഗി, ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. 7 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന ഒരു കുട്ടിയായിരുന്നെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. തൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, പിന്നെ താൻ സംസാരിക്കാൻ തുടങ്ങി, പിന്നെ പിന്നീട് താൻ വലിയൊരു പ്രസംഗിയായി മാറി. അപ്പോൾ തൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുന്നത്, തനിക്ക് 8 വയസ്സുള്ളപ്പോൾ താനൊരു കുട്ടികളുടെ ക്യാമ്പിന് പോയി. നമ്മുടെ ഇവിടെ ഉണ്ട് ബാലസംഘം ക്യാമ്പെന്ന് വെച്ചു. കുട്ടികളുടെ ക്യാമ്പിന് പോയിട്ട് അവിടെ ആഫ്രിക്കയിൽ നിന്നൊരു മിഷണറി വന്ന് ആഫ്രിക്കയിലെ തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആരോടാ പറഞ്ഞത്? 8 വയസ്സുള്ള അല്ലെങ്കിൽ കുട്ടികളോടാണ് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മുടെ ബാലസംഘം യോഗങ്ങളിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളായത്. മിഷണറി ചലഞ്ച് ചെറുപ്രായത്തിൽ കുട്ടികളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ റിച്ചാർഡ് ഹാർവി ഇത് കേട്ടിട്ട് വീട്ടിൽ വന്ന് അപ്പനോട് പറഞ്ഞു, ഈ മിഷണറിയുടെ പ്രവർത്തനത്തിനായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് വിചാരിക്കേണ്ട, നിനക്കുള്ളതിൽ നിന്ന് കൊടുത്തോളണം എന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായോ? അപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അങ്ങോട്ട് കൊടുക്കാം എന്ന് വിചാരിക്കേണ്ട, നിനക്ക് ദൈവം തരുന്നതിൽ നിന്ന് നീ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ റിച്ചാർഡ് ഹാർവി തൻ്റെ മുറിവിൽ പോയിരുന്നിട്ട് പ്രാർത്ഥിച്ചു, താൻ ചിന്തിച്ചു, കണക്ക് കൂട്ടി. 1 വർഷം എത്ര ഡോളർ തനിക്ക് സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ കണക്ക് കൂട്ടി, മാസം അപ്പൻ എനിക്ക് അലവൻസ് തരും, പിന്നെ വല്ലപ്പോഴൊക്കെ അപ്പൻ്റെ കാറ് കഴുകി കൊടുത്താൽ 50 സെൻറ്റ് അപ്പൻ തരും. അങ്ങനെ ഓരോന്നും കണക്ക് കൂട്ടി 1 വർഷം $8 സമ്പാദിക്കാം എന്ന് താൻ കണക്ക് കൂട്ടി. പറഞ്ഞു, ഞാൻ ഈ മിഷണറിയുടെ ആഫ്രിക്കയിലെ പ്രവർത്തനത്തിനായിട്ട് $8 കൊടുക്കും. അപ്പോൾ തൻ്റെ ചിലവുകളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടാണെന്ന് ഓർക്കണം. $8 ആൾക്ക് കൂടെ കിട്ടുകയുള്ളൂ, അത് മുഴുവനും കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈസ്റ്റർ ദിവസം എല്ലാ കുഞ്ഞുങ്ങൾക്കും അപ്പന്മാർ സംഭാവന കൊടുക്കും. അപ്പോൾ ഈസ്റ്റർ ദിവസം ഈസ്റ്റർ ക്യാൻഡി മേടിക്കാൻ അപ്പൻ റിച്ചാർഡിന് 50 സെൻറ്റ് കൊടുത്തു, 50 സെൻറ്റ്സ്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു, ഈ 50 സെൻറ്റും കൂടെ ഞാൻ ആഫ്രിക്കയിലെ മിഷണറിക്ക് കൊടുക്കും. അപ്പോൾ $8 50 സെൻറ്റ്സായി. അന്ന് എല്ലാ കൂട്ടുകാരും ക്യാൻഡിയൊക്കെ മേടിച്ച് ആസ്വദിച്ച് കളിച്ച് നടക്കുമ്പോൾ റിച്ചാർഡ് ഹാർവി ക്യാൻഡി ഇല്ലാതെ വീട്ടിലിരുന്നു. വൈകുന്നേരം അവർ അപ്പനും മക്കളും കുടുംബമായിട്ട് അവർ പോർച്ചിലിരുന്ന് സംഭാഷണം നടത്തുമ്പോൾ 2 പെൺകുട്ടികൾ ഓരോരുത്തരുടെയും കയ്യിൽ വലിയ ഓരോ കാർട്ടൺ ബോക്സ് ഉണ്ട്. ഈ ബോക്സുമായിട്ട് അവരുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഇത് കൊണ്ടുവന്ന് റിച്ചാർഡിൻ്റെ മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 2 പേരും അന്യോന്യം ബെറ്റ് വെച്ചു, ആരാണ് ഏറ്റവും കൂടുതൽ കുക്കീസ് ഉണ്ടാക്കി റിച്ചാർഡിന് കൊടുക്കുന്നത് എന്ന് ബെറ്റ് വെച്ച് ഇവർ 2 പേരും ഉണ്ടാക്കി. എടുക്കാൻ വയ്യാത്തവണ്ണം ഭാരമുള്ള പെട്ടികളിലാക്കി ഇത് റിച്ചാർഡിന് കൊണ്ട് കൊടുത്തു. ഈ 50 സെൻറ്റ് കൊടുത്തത് കൊണ്ട് വല്ല നഷ്ടമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടും തീർന്നില്ല. പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ട് നടന്നു വരുന്ന സമയത്ത് അവരുടെ പള്ളിയിലുള്ള ഒരാളൊരു ബേക്കറി നടത്തുന്ന ആളുണ്ട്. അദ്ദേഹം റോഡിൻ്റെ നടുക്ക് നിന്ന് റിച്ചാർഡിനെ വിളിച്ചു വരാൻ പറഞ്ഞു. ഈ ബേക്കറി കയറിയിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു. അവൻ ബേക്കറി കയറി, അവൻ അന്ന് അമേരിക്കക്കാർ ബനാന സ്പ്ലിറ്റ് എന്ന് പറയും. അവനിഷ്ടമുള്ള ബനാന സ്പ്ലിറ്റ് ഒരെണ്ണം എടുത്ത് കഴിച്ചു. എന്നിട്ട് ആ കടക്കാരൻ പറഞ്ഞു, എല്ലാ ദിവസവും നീ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഓരോന്ന് എടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. റിച്ചാർഡ് ഹാർവി 8 വയസ്സുള്ള ബാലൻ തനിക്കുള്ളത് മുഴുവനും പിന്നെ ആ ഈസ്റ്ററിന് ക്യാൻഡി മേടിക്കാൻ അപ്പം കൊടുത്തതും
മുഴുവനും ഒരു സെൻറ്റ് പോലും അവന് വേണ്ടി വെക്കാതെ മുഴുവനും കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ദോഷം അവനുണ്ട്, എന്തെങ്കിലും നഷ്ടമുണ്ടായോ? എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന കരുതിക്കൂട്ടിയുള്ളതായ ദാനം എന്ന് പറയുന്നത്. ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്നതായ പ്രേരണയുടെ ഫലമായി അടിസ്ഥാനത്തിൽ ചില സംഭാവനകൾ ചെയ്യുവാൻ ആവശ്യം വരും. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുമായിരിക്കും, ജപ്പാനിൽ നിന്ന് 2 സുവിശേഷന്മാർ എൻ്റെ കൂടെ വന്നു. ഇവിടെ സുവിശേഷാലയത്തിലൊക്കെ മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവർ തിരുവല്ല ആശുപത്രിയിൽ അവിടെ കാണുന്നതിനായിട്ട് പോയി. അപ്പോൾ ഒരു സുവിശേഷൻ അവിടെ അഡ്മിറ്റായിരുന്നു. തൻ്റെ റൂമിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ അതിലൊരു സഹോദരൻ തൻ്റെ ബാഗിലോട്ട് കൈയിട്ട് ഒരു പിടി കാശെടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, ഇതങ്ങ് കൊടുത്തരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഇദ്ദേഹം എണ്ണുന്നതൊന്നും ഞാൻ കണ്ടില്ല, ചുമ്മാ കയ്യിലോട്ട് പോക്കറ്റ് കൈയിട്ട് ബാഗിനകത്തോട്ട് കൈയിട്ട് ഒരു പിടി നോട്ട് ഇങ്ങോട്ട് തന്നു. ഞാൻ പറഞ്ഞു, എത്ര കൊടുക്കണ്ടേ? എണ്ണണ്ട, കൊടുത്തരുന്നു പറഞ്ഞു. തൻ്റെ വണ്ടിക്കൂലിക്കുണ്ട്, തന്നൊന്നും ചിന്തിച്ചില്ല. അന്നേരം തൻ്റെ കയ്യിൽ കിട്ടിയത് ദൈവം അവന് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ് എന്ന് കരുതി താനത് കൊടുത്തു. പെട്ടെന്നുള്ളതായ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ നാളെ എനിക്ക് ഇന്ന സ്ഥലം വരെ പോകണം, അതിന് കാശ് വണ്ടിക്കൂലിക്കുണ്ടോ എന്നുപോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അന്നേരം കൊടുക്കാൻ ദൈവം പ്രചോദനം തരുന്നത് അങ്ങ് കൊടുക്കണം. അപ്പോൾ ദൈവം അനുഗ്രഹിക്കും. ചിലപ്പോൾ അങ്ങനെ ഉള്ളതായ ആവശ്യങ്ങൾ നമ്മൾ പലപ്പോഴും ദാനം ചെയ്യുന്നതിൽ വളരെ പിന്നോക്കം. ഞാൻ നിങ്ങളുടെ ലാലിയുടെ മകൻ്റെ കല്യാണമല്ലായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് നടന്നു, കുറച്ച് അവിടെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 മലയാളികളാണ്, 2 സ്ത്രീകൾ തമ്മിൽ എൻ്റെ അടുത്ത ടേബിളിലിരുന്ന് സംസാരിക്കുന്നു. പോൾ തങ്കയ്യ, നിങ്ങൾക്കറിയാമായിരിക്കും, പോൾ തങ്കയ്യാണെന്നാണ് കല്യാണത്തിന് പ്രസംഗിച്ചത്. അപ്പോൾ ഈ സ്ത്രീകൾ സംസാരിക്കുകയാണ്, തങ്കയ്യ ഞങ്ങളുടെ ചർച്ചിൻ്റെ പണിക്ക് ഫണ്ട് റേസിങ്ങിന് വേണ്ടി ഈ തങ്കയ്യയെ പ്രസംഗിക്കാൻ വിളിച്ചു. തങ്കയ്യ വന്ന് പ്രസംഗിച്ചു, ഫണ്ട് റേസിങ്ങാണ്. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പ്രസംഗത്തിന് ശേഷം എടുത്ത ഓഫറിങ് 35 ലക്ഷം രൂപ. ഒരു രാത്രിയിലെ ഓഫറിങ് കേട്ടോ. അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. കേരളത്തിലെന്നല്ല, ഭൂലോകത്ത് എവിടെയെങ്കിലും ബ്രദറുകാരുടെ ഒരു കൂട്ടത്തിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ്? നമ്മൾ കൊടുക്കാൻ പഠിച്ചില്ല. കൊടുക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത്. കൊടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയും പുതിയ നിയമത്തിൽ നിന്നും കർത്താവ് ആ വിഷയം അങ്ങ് തൽക്കാലം മാറ്റിവെക്കാം. ചില ദാനം ചെയ്യുന്നതിൽ ചില പൊതു തത്വങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഇത് വേദപുസ്തകത്തിൽ വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിലെ വാക്യമല്ല. ഞാൻ മുമ്പേ പറഞ്ഞ ജർമ്മനിയിലുള്ള ആൾ എനിക്ക് ഒരു പുസ്തകം മെയിലിൽ അയച്ചു തന്നു, ഓൺലൈൻ. അതിനകത്ത് ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിലെ ചില കാര്യങ്ങൾ ഞാൻ മലയാളത്തിലാക്കിയ സുവിശേഷ ധ്വനിയിൽ ചില ആർട്ടിക്കിൾസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വായിച്ചോന്നറിയത്തില്ല. ദാനം ചെയ്യുന്നതിൽ ചില പൊതുതത്വങ്ങൾ. ഒന്നാമതായിട്ട് തിരിച്ചറിവോടെ കൊടുക്കുക. നിർബന്ധം കൊണ്ടോ അനുകമ്പ കൊണ്ടോ വികാരം കൊണ്ടോ കൊടുക്കാൻ പാടില്ല. മറിച്ച് ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നൽകണം. ദയനീയവും വെല്ലുവിളി നിറഞ്ഞതുമായ ചിലരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആവേശഭരിതരായിട്ട് വാരിക്കോരി കൊടുക്കും. അത് ചെയ്യാൻ പാടില്ല. ഒരു കഥയുമായിട്ട് വരുന്ന വ്യക്തിയുടെ പശ്ചാത്തലം, തൻ്റെ സാക്ഷ്യം, ഇതൊക്കെ നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്.
അല്ലെങ്കിൽ നമ്മുടെ പണം വൃഥാവായി പോകും. മിഷൻ ട്രിപ്പ് നടത്തുന്ന ചില ആൾക്കാരുണ്ട്, ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ സമ്പന്നരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് മിഷൻ ട്രിപ്പ് നടത്തും. അവിടെ പോയി ഇവിടെ പോയി എന്താ പറയുക, ഞാനത് കണ്ടു, ഇത് കണ്ടു, കേട്ടു, ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കൊടുക്കും. കൊടുത്തിട്ട് എന്ത് സംഭവിക്കും? ഞാൻ ചോദിക്കാറുണ്ട്, പൊട്ടക്കണ്ണന്മാർ ആനെ കണ്ട പോലെ അല്ലയോ ഇവരൊക്കെ കണ്ടത്? വാലയെ തൊട്ടവൻ ചൂലാന്ന് പറഞ്ഞു, കാലയെ തൊട്ടവൻ തൂണാന്ന് പറഞ്ഞു, ചെവിയെ തൊട്ടവൻ മറമാന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ മിഷൻ ട്രിപ്പിൻ്റെ ഒക്കെ കഥ. എനിക്കറിയാം, ഞാനും ഇടപെട്ട കാര്യമാണ്. വടക്കേ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് അമേരിക്കയിലുള്ളതായ ഒരു സഹോദരൻ ഒരു കെട്ടിടം പണിയാൻ കാശ് കൊടുത്തു. അന്ന് ഞാൻ പറഞ്ഞു, ഈ ആളിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓപ്പറേഷൻ ഭരണവാസിൻ്റെ പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകേണ്ടി വന്നു. അവിടെ പോയപ്പം ഈ സുവിശേഷകൻ ഇവിടെ പത്തനംതിട്ട ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. എന്താ പറഞ്ഞറിയോ? ഞാൻ അദ്ദേഹത്തെ ഈ ദാതാവിനെ ഒരു പ്രസംഗത്തിന് വിളിച്ചു. ഇവിടെ വന്ന് താനങ്ങ് വീണുപോയി. 2 നില കെട്ടിടമൊന്ന് കൈ കിട്ടി. അതിപ്പോൾ ചുമ്മാ അവിടെ കിടക്കുക കേട്ടോ, ഒരു പ്രയോജനമില്ലാതെ വെറുതെ അവിടെ കിടക്കുക. സഭയില്ല, ബൈബിൾ കോഴ്സ് സ്കൂളും ഇല്ല, ഒന്നുമില്ല. ഈ വിദ്വാനും ഇല്ല അവിടെ. അയാളും പോയി. പണം സമ്പാദിച്ച് കൂട്ടി തൻ്റെ വഴിക്ക് പോയി. എന്താ? ഇദ്ദേഹം അവിടെ പ്രസംഗിക്കാൻ പോയി. വീഴ്ത്താൻ കഴിവുള്ള നാക്കായിരുന്നത് കൊണ്ട് വീഴ്ത്തി ആവശ്യമുള്ള കാശ് വാരിയെടുത്തു. പിന്നെ ഉത്തരവാദിത്വം ആവശ്യപ്പെടുക. കണം കൊടുത്താൽ വേണ്ട വിധത്തിൽ ചിലവാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പണത്തിൻ്റെ ശരിയായ വിനിയോഗം ഉറപ്പാക്കുവാൻ കഴിയുന്ന ഒരു ഏജൻസി, വ്യക്തികളോ സംഘടനകളോ മുഖാന്തരം മാത്രമേ കൊടുക്കാവൂ. പിന്നെ വിശക്കുന്നവന് മീൻ കൊടുക്കരുത്. വിശക്കുന്നവന് മീൻ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ ഒരു കഥയുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ വിശക്കുന്നവൻ അപ്പം കൊടുത്ത് തൃപ്തിപ്പെടുത്തരുത്. പിന്നെന്ത് ചെയ്യണം? ഈ അപ്പം ഉണ്ടാക്കാൻ അവനെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. മീൻ പിടിക്കാൻ പഠിപ്പിച്ചാൽ എന്ത് ചെയ്യും? അവൻ മീൻ പിടിക്കാൻ പഠിക്കും. നാളെ മീൻ പിടിക്കാൻ പോവും. ഒരു മീനെ കൂടെ കിട്ടും. അവൻ 2 പേരെ കൂടെ പഠിപ്പിക്കും. അവർക്ക് മീൻ പിടിക്കാൻ കിട്ടും. അല്ലേ? അപ്പം കൊടുത്താൽ ചെയ്യും. അപ്പം വാങ്ങിച്ച് വെച്ചാൽ നാളെയും വരും. അതൊക്കെ മുട്ടും. എൻ്റെ അപ്പം തീർന്നു, ഇന്നും വിശപ്പാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഓപ്പറേഷൻ ഭരണവാസമുള്ള ബന്ധത്തിൽ ഇപ്പോൾ പുതിയ ചില സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ സുവിശേഷന്മാരെ ചില പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. ആസാമിന് ത്രിപുരയിലെ ഒരു സഹോദരൻ സുവിശേഷകൻ തന്നെ ഒരു 25 ഏക്കർ സ്ഥലം ലീസിനെടുത്ത് കൃഷി തുടങ്ങി. തൻ്റെ കൃഷി പണിയെ സഭയിലുള്ളവർ, അതുപോലെ തൻ്റെ ചുറ്റുപാടിലുള്ളതായ പ്രാദേശവാസികൾ എല്ലാവരും കൃഷിക്കാരായി. അവർക്കെല്ലാം ഡെയിലി വേജസ്, ഉപജീവനത്തിനുള്ള മാർഗം അവർക്ക് കൊടുക്കും. ഒരിക്കൽ ചെരുപ്പുമാല ഇടിച്ച് ആ ഗ്രാമത്തിൽ നിന്ന് അടിച്ചോടിച്ച ഈ സുവിശേഷൻ ഇന്ന് ഞങ്ങളുടെ സാറാണ്. ഞങ്ങളുടെ സാറിനെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സുവിശേഷത്തിന് അവിടെ വേര് ഉണ്ടായി, സുവിശേഷകന് സാക്ഷ്യമുണ്ടായി, സുവിശേഷകൻ സ്വീകാര്യനായി. സഭയിൽ ഇതുണ്ട് 30ഓളം വിശ്വാസികൾ പുതുതായിട്ട് വന്നു. ഇവർക്കെല്ലാം ഉപജീവന മാർഗം ഉണ്ടായി. നമ്മുടെ കേരളത്തിൽ നിന്ന് അരി കൊണ്ടുപോയി, നെല്ല് കൊണ്ടുപോയി താൻ കൃഷി ചെയ്തു, നെല്ല് ഉൽപ്പാദിപ്പിച്ചു. 1 കിലോ അരി 90 രൂപ വരെ വിലയ്ക്ക് അവരവിടെ വിറ്റു. 40 രൂപയെ തുടങ്ങി. ഇത് ഡിമാൻഡ് കൂടിയതുകൊണ്ട് ഇവരെ വില കൂട്ടി 90 രൂപയ്ക്ക് വരെ വിറ്റു. ഇവർക്ക് അടുത്ത വർഷം കൃഷി ചെയ്യാനുള്ളത് അവർ മാറ്റിവെച്ചു. ഓരോ വീട്ടുകാർക്കും അവരുടെ ആഹാരത്തിനുള്ളത് മാറ്റിവെച്ച് ബാക്കിയാണ് ഇവർ വിറ്റത്. ഇങ്ങനെ അപ്പം കൊടുക്കാതെ അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ അതിനുവേണ്ടി നാം പണം ചിലവാക്കണം. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കും. ഈ ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്ത്, പണം മാത്രമല്ല, അതിലേറ്റവും ഉപരിയായിട്ട് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഭർത്താവിനെ, ഭാര്യയെ ദൈവത്തിന് കൊടുക്കുവാൻ നാം തയ്യാറാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്
മനുഷ്യവിഭവ സമ്പത്താണ്. പോകുവാൻ ഇന്ന് കേരളത്തിൽ നിന്ന് മലയാളികളായ ആരും സുവിശേഷ വേലയ്ക്ക് നോർത്ത് ഇന്ത്യ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? സഹോദര, അവിടെ ഇഷ്ടംപോലെ തദ്ദേശവാസികളുണ്ട്. തദ്ദേശവാസികളുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ നെഞ്ചത്ത് കൈവയ്ക്കും. പല കാര്യങ്ങൾ പറയാൻ സമയമില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ബൈബിൾ സ്കൂളിലൊക്കെ ഇവിടെ പഠിക്കാൻ വരുന്ന വടക്കേ ഇന്ത്യയിലെ ആൾക്കാർ ബൈബിൾ സ്കൂളിൽ ചേരാനായിട്ട് നിർബന്ധിക്കപ്പെട്ടവരാണ് നല്ലൊരു കൂട്ടം. ഒക്കെ പറഞ്ഞാൽ ആപത്താ. ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് നിർബന്ധിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഈ ബൈബിൾ സ്കൂളിൽ വരുന്ന വടക്കേ ഇന്ത്യക്കാർ. അവരൊക്കെ പഠിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ, ഇവിടെ വന്നിട്ട് സഭാ പൊളിറ്റിക്സാണ് അവർ കൂടുതൽ പഠിക്കുന്നത്. എന്നിട്ട് അത് അവിടെ ചെന്ന് പ്രയോഗിക്കും, സഭയിലെ സ്പ്ലിറ്റ് ഉണ്ടാക്കും, കാര്യങ്ങളൊക്കെ ആകെപ്പാടെ വഷളാകും. കേരളത്തിൽ നിന്ന് ആരെങ്കിലും പോകുന്നില്ല, പോകത്തില്ല. കാരണം എന്താ, ഇവിടെ സ്റ്റേജ് പ്രസംഗം മതി എല്ലാവർക്കും. അപ്പോൾ എന്നോട് ഒറീസയിൽ ഒരു സുവിശേഷം പറഞ്ഞു, ഞങ്ങളെ സണ്ണി ബ്രദർ പോയ പിന്നെ ഞങ്ങളെ നയിക്കാൻ ആരുമില്ല, ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ ആരുമില്ല. അതുകൊണ്ട് അങ്കിള് ക്വാർട്ടർലി വൺസ് ഇങ്ങോട്ടൊന്ന് വരാമോ? ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഈവൻ ലോക്കൽ വർക്കേഴ്സ് തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ നയിക്കാൻ, ഞങ്ങൾക്കൊരു ഊർജം പകർന്നു തരാൻ ആരെങ്കിലും കേരളത്തിൽ നിന്നൊന്ന് വന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം. അവരെ പഠിപ്പിക്കാൻ, ഒന്ന് ട്രെയിൻ ചെയ്യാൻ, മോൾഡ് ചെയ്യാൻ ഇന്ന് മലയാളികളെ ആവശ്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ജോർജ് വെർവർ, ഓപ്പറേഷൻ മൊബിലൈസേഷൻ്റെ സ്ഥാപക നേതാവായിരുന്ന ജോർജ് വെർവർ താൻ മരിച്ചുപോയി. ഞാൻ ലോഗോസ് കപ്പലിലുണ്ടായിരുന്നപ്പോൾ താനും അവിടെ കപ്പലിലുണ്ടായിരുന്നു. അന്ന് താൻ പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. മലയാളീസ് ആർ ദി അമേരിക്കൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായോ? മലയാളീസ് ആർ ദി അമേരിക്കൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മലയാളി വിശ്വാസികളെ കൂടാതെ ഇന്ത്യയിൽ ഒരു സുവിശേഷ പ്രവർത്തനങ്ങളും നടക്കത്തില്ല. പുറത്ത് ഉച്ചത്തിൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളതുകൊണ്ട് പറയുമോ, ഒരു പ്രവർത്തനവും നടക്കത്തില്ല. താൻ അമേരിക്കക്കാരനും ബ്രിട്ടനിൽ ജീവിക്കുന്ന ആൾ, പിന്നെ തന്നെ ഓപ്പറേഷൻ ബർണബാസ്, ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ നേതാവ്, താൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മലയാളികൾക്ക് ദൈവം തന്നിരിക്കുന്നതായ ഉത്തരവാദിത്വം എന്തുമാത്രമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മക്കളെ വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് പറഞ്ഞയക്കാൻ നാം തയ്യാറാണ്. ദൈവം നമ്മുടെ ദാനശീലം എങ്ങനെയുള്ളതാണ്, ഒരു ആത്മപരിശോധന നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ധനം മാത്രമല്ല ജീവിതം. JW ലാങ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. ഇന്ന് JW ലാങ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇംഗ്ലണ്ടിലുണ്ട്. അത് ലോകമൊട്ടുക്ക് പല വിധത്തിലുള്ളതായ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്യുന്ന ഒരു ട്രസ്റ്റ് പോലെയുള്ള ഒരു സംഘടനയാണ്. ഓപ്പറേഷൻ ബർണബാസിനും ചെറിയ തോതിൽ ആ സംഘടനയിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട്. അപ്പോൾ JW ലാങ് എന്ന് പറയുന്ന ആൾ ഒരു ബിൽഡറായിരുന്നു, കൺസ്ട്രക്ഷൻ. ഒരു കാലത്ത് തൻ്റെ ബിസിനസ് തളർന്നു പോകുന്നതായിട്ട് താൻ മനസ്സിലാക്കി. അപ്പോൾ താൻ ബൈബിളും എടുത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ ഗാർഡനിലെ ബെഞ്ചിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഈ ബിസിനസ് തകരാതെ നീ എന്നെ ഉയർത്തിയാൽ എൻ്റെ ബിസിനസ്സിൻ്റെ 1/3 ഞാൻ ദൈവത്തിന് കൊടുക്കും. താൻ അതിനുശേഷം ഇംഗ്ലണ്ടിലെ നമ്പർ 3 ബിൽഡറായിട്ട് തൻ്റെ കമ്പനി ഉയർന്നു. താൻ തൻ്റെ ബിസിനസ്സിൻ്റെ 1/3 ദൈവത്തിന് വേണ്ടി അന്ന് മാറ്റിവെച്ചു. ഇന്ന് £1,500 million ആ ട്രസ്റ്റിൽ നിന്നും ലോകവ്യാപകമായി സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് വരെ കൊടുത്തിരിക്കുന്ന അതാണ്. 1,500 million pounds. ഒന്നോർത്ത് നോക്കിയേ. അത് സ്ഥിര നിക്ഷേപമായതുകൊണ്ട് അതിൻ്റെ
പലിശ കിട്ടുന്നതാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമ്പാദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ അവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുക്കുവാൻ കഴിയുന്ന അതുകൊണ്ടാണ് അനേകർ ഇതുപോലെ സ്ഥിര നിക്ഷേപങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രസ്റ്റുകളിലൊക്കെ അല്പം ചെറിയ ചെറിയ തോതിലൊക്കെ ഉണ്ട്. എന്നാൽ സമ്പന്നരായ ആളുകൾക്ക്, അധികമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചില സ്ഥിര നിക്ഷേപങ്ങൾ നടത്തിയാൽ അത് അവരുടെ ആയുസ്സിൽ മാത്രമല്ല വരുവാനുള്ള അനേകം തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.